വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയറിംഗ് നോളേജ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ടാലി പ്രൈമിൽ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസിംഗ്, അതായത് ഒരു കമ്പനിയിൽ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഏത് വൗച്ചറിൽ ടാലി പ്രൈമിൽ എൻ്റർ ചെയ്യും, അതെങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ബിഗിനേഴ്സിന് കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ എക്സാമ്പിൾ ഇതാണ്: പർച്ചേസ് ഫർണിച്ചർ വിത്ത് ക്യാഷ് ₹70,000. അപ്പോൾ ഇത് ജേർണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതും. അതായത് ഫർണിച്ചർ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു, ക്യാഷ് പോയി, വന്നതിനെ ഡെബിറ്റ് ചെയ്തു, പോയതിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ എന്താണ്? നമുക്ക് ലെഡ്ജർ ക്രിയേഷൻ ആവശ്യമാണ്. അപ്പോൾ രണ്ട് അക്കൗണ്ടുകളാണുള്ളത്, ഫർണിച്ചറും ക്യാഷും. ക്യാഷ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ക്യാഷ് എന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ടാലി പ്രൈമിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി തന്നെ ക്യാഷ് അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഒരേ ഒരു അക്കൗണ്ട് ആണ്, ഫർണിച്ചർ ആണ്. ഫർണിച്ചറിന്റെ ലെഡ്ജറിന്റെ അണ്ടർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് ആണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഫർണിച്ചർ, മെഷീനറി ഇതെല്ലാം തന്നെ ഫിക്സ്ഡ് അസറ്റിന്റെ അണ്ടറിലായിരിക്കും വരിക. ഓക്കെ, നമുക്ക് ഇതിന്റെ വൗച്ചർ എന്ന് പറയുന്നത് പേയ്മെന്റ് വൗച്ചർ ആണ്. ഇവിടെയും ബിഗിനേഴ്സ് ഓർക്കുക, നിങ്ങൾ എപ്പോഴും പർച്ചേസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും പർച്ചേസ് ആയിരിക്കും ഇവിടുത്തെ വൗച്ചർ എന്ന് വിചാരിക്കും, പർച്ചേസ് വൗച്ചർ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പർച്ചേസ് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് വൗച്ചർ ആണ്. നമുക്കിവിടെ ഫിക്സ്ഡ് അസറ്റ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫിക്സ്ഡ് അസറ്റ് എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ടാലി പ്രൈമിൽ നമ്മൾ കൊടുക്കുന്ന വൗച്ചറും പേയ്മെന്റ് വൗച്ചറിലാണ് നമ്മളിത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതൊരിക്കലും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ടാലി പ്രൈമിൽ എങ്ങനെ എൻ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ടാലി പ്രൈം ഓപ്പൺ ചെയ്ത വിൻഡോയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ ഓൾറെഡി കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടാമത്തെ ഭാഗമാണ്, പാർട്ടാണ്. പാർട്ട് 1 നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. കമ്പനി ക്രിയേറ്റ് ചെയ്തു, കറണ്ട് പീരീഡും സെറ്റ് ചെയ്തു, കറണ്ട് ഡേറ്റും കൊടുത്തു. ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പാർട്ട് 1 വീഡിയോയിലുണ്ട്. അപ്പം അത് നോക്കി മനസ്സിലാക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫിക്സ്ഡ് അസറ്റ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിക്കകത്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനകത്ത് ലെഡ്ജർ എടുക്കുക. നമുക്ക് അവിടെ നെയിം എന്നുള്ളിടത്ത് ഫർണിച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആ ഫർണിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ലെഡ്ജറിനാണ് നമ്മൾ അണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ എൻ്റർ കീ കൊടുക്കാം. ദെൻ അലിയസിൻ്റെ ഇവിടെ വന്നു. ദെൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റർ. അണ്ടർ എന്ന് വരുമ്പോൾ അവിടെ നമ്മുടെ കീബോർഡിൽ F എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഫർണിച്ചറിന്റെ അണ്ടർ എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ടാലി സോഫ്റ്റ്വെയറിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്നും ആ പറഞ്ഞിരിക്കുന്ന ലെഡ്ജറിന്റെ ഹെഡ് ഇവിടെ ആഡ് ആയിട്ട് വരും. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്നും ഫിക്സ്ഡ് അസറ്റ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു, അതിവിടെ വന്നു. ഈ മെയിലിംഗ് ഡീറ്റെയിൽസ് ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വർക്ക് ചെയ്യുന്നവർ ആ ഡീറ്റെയിൽസ് അതുപോലെ അവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുവാണ്. അക്സെപ്റ്റ് ബട്ടൺ വരുന്നത് വരെ എൻ്റർ ചെയ്യുക. ശേഷം നമ്മൾ യെസ് എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി തൊട്ട് മുന്നിലുള്ള ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറഞ്ഞിരിക്കുന്ന വിൻഡോയിലേക്ക് പോകണം. അതിലേക്ക് വേണ്ടിയിട്ട് കീബോർഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. കണ്ടോ, 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വിൻഡോയിലേക്ക് നമ്മൾ മടങ്ങി വരും. ഇവിടെ നമുക്ക് കൊടുത്തത് ക്രിയേറ്റ് ആയോ എന്ന് അറിയണ്ടേ? നോക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിക്കകത്ത് ഓൾട്ടർ എടുക്കുക. നോക്കി, നമ്മൾ ലെഡ്ജർ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫർണിച്ചർ ഇവിടെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. ഓൾറെഡി തന്നെ 2-3 ലെഡ്ജേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫർണിച്ചറും ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും എസ്കേപ്പ് കീ കൊടുത്ത് 2 പ്രാവശ്യം കൊടുത്ത് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരിക. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൗച്ചർ ക്രിയേഷൻ ആണ്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് എന്ന വിൻഡോ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഏത് വൗച്ചറിലാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഏത് വൗച്ചറിലാണ്? നേരത്തെ തന്നെ പറഞ്ഞു, പേയ്മെന്റ് വൗച്ചറിലാണ് നമ്മളിത് കൊടുക്കുന്നത്. നോക്കിയേ, ഈ ഒരു വിൻഡോയിൽ വലത് സൈഡിലെ ഈ ബട്ടൺ പാനലിൽ നിന്നും പേയ്മെന്റ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നോക്കിയേ, അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ എന്ന് എഴുതി കഴ്സർ മൂവ് എന്ന ഭാഗം നോക്കുക. നോക്കിയത് കണ്ടോ? അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ എന്നതിൽ തൊട്ട് താഴെ കണ്ടോ പേയ്മെന്റ്. അപ്പൊ നമ്മൾ പേയ്മെന്റ് വൗച്ചർ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം,
നോക്കിയേ, ആദ്യം ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ വന്നിരിക്കുന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇവിടെ എന്താ ഉള്ളത്? ആദ്യം ഡെബിറ്റ് ആണുള്ളത് അല്ലേ? അപ്പൊ നമ്മുടെ എൻട്രി ജേർണൽ എൻട്രി എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഡെബിറ്റിൽ ഏതാ വരുന്നത്? ഫർണിച്ചർ അല്ലേ? അപ്പൊ നമ്മളിവിടെ എഫ് എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ട് നോക്കിയാൽ വലത് സൈഡിൽ സെലക്ട് ആവും. അവിടെ നിന്നും നമുക്ക് കീബോർഡിലെ എൻ്റർ കീ കൊടുത്ത് നമുക്കത് സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ അതുപോലെ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കീബോർഡിൽ എൻ്റർ കീ കൊടുക്കുക. ഇപ്പൊ കണ്ടോ, ക്രെഡിറ്റിന്റെ അവിടെ കഴ്സർ വന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റർ ചെയ്താലേ അടുത്ത അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ എൻ്റർ കീ കൊടുക്കുക. നമുക്കിത് ഇവിടെ എന്താ വേണ്ടേ? ക്രെഡിറ്റിൽ എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് സി കൊടുത്ത് കഴിഞ്ഞാൽ നോക്കി അവിടെ നിന്ന് 2 ലെഡ്ജർ അക്കൗണ്ട് സെലക്ട് ആയി ഇവിടെ നിന്നും ക്യാഷ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. എൻ്റർ അക്സെപ്റ്റ് ചെയ്യാം. കണ്ടോ? എൻ്റർ കീ കൊടുത്ത് അതവിടെ അക്സെപ്റ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് വൗച്ചർ അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പേയ്മെന്റ് വൗച്ചർ അക്സെപ്റ്റ് ആയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എസ്കേപ്പ് കീ കൊടുത്ത് പുറത്തിറങ്ങുക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം ഡേ ബുക്ക് നോക്കുക. നോക്കി, ഡേ ബുക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫർണിച്ചറിന്റെ പേയ്മെന്റ് വൗച്ചർ ഇവിടെ എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസിംഗ് വരുമ്പോൾ പേയ്മെന്റ് വൗച്ചറിൽ ടാലി പ്രൈമിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വൗച്ചർ എൻട്രി ആയിട്ട് കാണാം. താങ്ക് യു.